ഹലോ ഓൾ, എല്ലാവർക്കും സ്വസ്തിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സമയം എന്ന് പറയുന്നത് ഞങ്ങളെ 3 പേരെയും ലൈഫിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കുറച്ച് ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഗർഭിണിയായ ഞങ്ങളുടെ മേഘമ്മയാണ് ചായ വെക്കുന്നത്. അവൾ മാരകായുധങ്ങളൊക്കെ എടുത്ത് വെക്കും. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ 3 പേരും കൂടെ ഒന്നിച്ച് സ്പെൻഡ് ചെയ്ത 2 ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. അപ്പോൾ വീട്ടിൽ ഈ 2 ദിവസങ്ങളിലായിട്ട് ഞങ്ങൾ 3 പേരും മാത്രമായിരുന്നു ഉള്ളത്. അതിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മേഘ 6 മന്ത് പ്രഗ്നൻ്റ് കൂടിയായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ 3 പേരും ഒന്നിച്ചെത്തി. എന്നിട്ട് ചായ ഉണ്ടാക്കി. മേഘക്കാണെങ്കിൽ ക്യാൻറ്റീനിലെ കോഴിക്കാലും പഴംപൊരിയും കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു, കൊതിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും വാങ്ങി വന്നു. എന്നിട്ട് ചായയും കോഴിക്കാലും പഴംപൊരിയും ഒക്കെ ഇരുന്ന് കഴിച്ചു. ഞങ്ങളുടെ കഥ എന്ന് പറയുന്നത് ഒരു 10-16 വർഷത്തെ സൗഹൃദത്തിൻ്റെ കഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഞാനും മേഘയും 5ാം ക്ലാസ് തൊട്ടേ ഒരുമിച്ചാണ് പഠിച്ചത്. അങ്ങനെ ഞങ്ങൾ 5 തൊട്ട് 7 വരെ ഒരു സ്കൂളിൽ പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 8ാം ക്ലാസ് ആയപ്പോഴത്തേക്ക് വലിഞ്ഞേറി വന്നതാണ് ഈ നിവേദിത. ആ പറഞ്ഞത് ശരിയാണ് കേട്ടോ. പക്ഷേങ്കിൽ എനിക്കിവരെ ഈ എഴുത്തുനിന്നൊക്കെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത 2 സാധനങ്ങളായിരുന്നു മേഘ, അനുശ്രീ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 5th തൊട്ട് 7th വരെ പഠിക്കുന്ന സമയത്ത് ഓരോ കോമ്പറ്റീഷന് പോകുന്ന സമയത്തും അവരുടെ സ്കൂളിൽ നിന്ന് റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അനുശ്രീ മേഘ ഉണ്ടാവും, എൻ്റെ സ്കൂളിൽ നിന്ന് ഞാനുണ്ടാവും. അപ്പോൾ പണ്ട് തൊട്ടേ ഞങ്ങൾ 3 പേർക്കും അറിയാമെങ്കിലും വേറെ വേറെ സ്കൂളാണെന്നുള്ളൊരു കാരണം കൊണ്ട് എനിക്കിവരെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കാലചക്രം ഒടുവിൽ ഞങ്ങൾ 8ാം ക്ലാസ്സിൽ ഒരേ സ്കൂളിൽ ഒരേ ബെഞ്ചിൽ കൊണ്ടിരുത്തി. അങ്ങനെ 8ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി മാറി. രാത്രിയത്തെ ഫുഡ് കഴിച്ചതിന് ശേഷം മേഘ കുറച്ച് നേരം നടക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം മുറ്റത്തൂടെ നടന്നു. അത് കഴിഞ്ഞ് വന്ന് കുറേ കഥയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഗൈസ്, രാവിലെ ഏറ്റവും ആദ്യം ഞാനാണ് എഴുന്നേറ്റത്. ഇതേ കണ്ടില്ലേ 2 പേരും കിടക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ നിവേദ്യം എഴുന്നേറ്റു. അങ്ങനെ ഞങ്ങൾ വാതിലൊക്കെ തുറക്കാൻ പോയി വന്നു. അതിനുശേഷം പിന്നെ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മേഘനിപ്പോൾ വിളിക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരും ഒരു ബെഡിലാണ് കിടന്നത്. അപ്പോൾ മേഘനി സ്വസ്ഥമായി കിടക്കാൻ പറ്റിയില്ലെങ്കിലോ കുറച്ച് നേരം കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞ് അവളെ വിളിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചായ ഉണ്ടാക്കി. ചായ എടുത്ത് ഞാനും അനുശ്രീയും മേലെ പോയിരുന്ന് ബാൽക്കണിയിൽ നിന്ന് ഒരുപാട് നേരം സംസാരിച്ചു. ഒന്നുമല്ല, ഞങ്ങൾ 3 പേരിൽ ഒരാൾ ഒരു ഫാമിലിയായി. അത് അവർ 2 പേർ എന്നുള്ളത് 3ാമതൊരാൾ കൂടി വരുന്നു എന്നുള്ളത് ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലെ തന്നെയാണ്. ഞങ്ങൾ ശരിക്കും എക്സൈറ്റഡ് ആണ്. പിന്നെ പ്രഗ്നൻ്റായ മേഘനെ നന്നായിട്ട് സൂക്ഷിക്കണം, അവൾക്ക് അങ്ങനെയുള്ള ഫുഡ് കൊടുക്കണം, ഇങ്ങനെയുള്ള ഫുഡ് കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് തവണ വിളിച്ചിട്ട് ഞങ്ങളുടെ 2 പേരെ അമ്മമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര പ്രിക്കോഷ്യസ് ആയിട്ടാണ് ഉണ്ടായത് 2 ദിവസവും. രാവിലത്തെ ഫുഡൊക്കെ വേഗം തന്നെ ആക്കി. ഞങ്ങൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് മേഘനെ വിളിക്കാൻ പോയത്. അതൊരു ടാസ്ക് ആയിരുന്നു. ഗൈസ്, ഇവിടെ ഭയങ്കര തത്രപ്പാട്ടിലാണ്. കാരണം നമുക്ക് 9 മണിയാകുമ്പോഴത്തേക്ക് ഫുഡ് ഉണ്ടാക്കി കഴിയണം. ഓംലെറ്റ് മേഘ ആക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ മേഘ വന്നിട്ടാണ് ഓംലെറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ പെട്ടെന്ന് പണി തീർക്കാമെന്നുള്ള രീതിയിൽ ഉപ്മാവ് ആണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷം മേഘ എഴുന്നേറ്റപ്പം അവൾ മേഘ സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. മേഘയുടെ ട്രൈ ആണ്. ഒന്നുകൂടെ മേഘ ഒന്ന് ട്രൈ ചെയ്യുന്നതായിരിക്കും. കമോൺ മേഘ, യു ക്യാൻ. പോട്ടെ, കുഴപ്പമില്ല, എന്തായാലും മുറിക്കണ്ടല്ലേ. പോട്ടെ, ഒരു ഗ്യാസിൽ പണിയെടുക്കുന്നു. അവിടെ ഓംലെറ്റ് ഉണ്ടാക്കുന്നു. എല്ലാം റെഡിയായി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവേദ ക്ലാസ്സിന് പോയി. ഞാനുണ്ടാക്കിയ മുട്ട എല്ലാം ഗർഭിണിയായ മേഘയാണ് ഉണ്ടാക്കിയത്. ഗൈസ്, മേഘ വളരെ നേരത്തെ രാവിലെ 6:30 എഴുന്നേറ്റാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. മനസ്സിലായി. കാലയിൽ என்ன സ്പെഷ്യൽ? സുടുസുട ഉപ്മാ, ചായ, ഓംലെറ്റ് എല്ലാമേ ഇരിക്കും. ഉച്ചക്കത്തെ പരിപാടികളൊക്കെ കുറച്ച് ആർഭാടായിക്കോട്ടെ എന്ന് കരുതി അങ്ങനെ ഞാനും നിവേദയും കൂടെ ഫിഷ് വാങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ ഒരു ബൈ പറഞ്ഞേ.
അങ്ങനെ ഇലയിൽ ചോറുണ്ണാന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും പോയി കാണിക്കുന്ന ഈ അഭ്യാസങ്ങൾ. സ്വന്തം പറമ്പിലല്ല, തൊട്ടപ്പുറത്തെ പറമ്പിൽ പോയി കുറച്ച് ഇലയൊക്കെ ഞങ്ങൾ മുറിച്ചു കൊണ്ടുവന്നു. ഞങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവന്ന മീൻ നിവേദ വൃത്തിയാക്കുകയാണ്. ചോന്നാക്കീരൻ എന്ന് പറഞ്ഞ മീനാണ് ഞങ്ങൾ വാങ്ങിച്ചത്. ഈ മീനിന് ചോന്നാക്കട്ല, മഞ്ഞക്കട്ല, കിളിമീൻ, പുയ്യാപ്ല, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യൽ മേഘനെ ഞങ്ങൾ ഏൽപ്പിച്ചു. കാരണം അവൾ കുടുംബിനി ആയതുകൊണ്ടും ഒരുപാട് ചെയ്ത് പരിചയമുള്ളതുകൊണ്ടും അധികം റിസ്ക് എടുക്കാതെ ഞങ്ങൾ അങ്ങോട്ടേക്ക് കൈമാറി ആ പണി. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉച്ചക്കത്തെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ചോറിന് കൂട്ടാനായിട്ട് പൊട്ടിക്കക്കറിയുണ്ട്, ചീരത്തോരനുണ്ട്, കിഴങ്ങുണ്ട്, പപ്പടമുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ കല്ലുമ്മക്കായ അച്ചാറും ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുശാലായി ഊണ് കഴിച്ചു. ചെമ്പാവ് പുന്നില്ലിൻ ചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂച്ചിരിയോ. കഴിഞ്ഞ് മേഘയുടെ ഒരു ഉച്ചനടത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കോലായിലിരുന്ന് ഒരുപാട് നേരം കത്തിയടിച്ചു. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നതുകൊണ്ട് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്കുണ്ടായൊരു പ്ലാൻ എന്ന് പറയുന്നത് മേഘയുടെ 7ാം മാസത്തിലെ കൂട്ടിക്കൊണ്ടുവരൽ ചടങ്ങിന് സാരി എടുക്കാൻ പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി പോകാൻ തീരുമാനിച്ചു തലശ്ശേരിയിലോട്ട്. കുറേ കണക്കൂട്ടലിന് ശേഷം ഞങ്ങൾ സെഞ്ച്വറിയിൽ പോയി സാരി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ചങ്ങാതിക്കൂട്ടം വന്നി കൊട്ടും പാട്ടുമായി, ചങ്ങാലിപ്പോരു വേഗം ചുണ്ടിൽ ചൂളമായി, കൂട്ടിന്റെ വീട്ടിൽ പൂക്കാലമായി, നാടിന്റെ ചൂടന്തറിയാൻ തേരോട്ടമായി. ചങ്ങാതിക്കൂട്ടം വന്നി കൊട്ടും പാട്ടുമായി, ചങ്ങാലിപ്പോരു വേഗം. ഞങ്ങൾ വിചാരിച്ചത്ര കളക്ഷൻസ് ഒന്നും അവിടെ ഉണ്ടായില്ല. അവിടെ കുറേ സാരീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ നോക്കി. മേഘക്ക് മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ഇന്ന സാരി വേണമെന്നുള്ളത്. അതുപോലത്തെ ഒരു സാരി അവൾക്ക് അവിടെ കിട്ടിയില്ല. എന്നാൽ അവിടെ കുറേ നല്ല സാരികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേഘ ട്രൈ ചെയ്ത് നോക്കി. ഒരുപാട് സെക്ഷൻസ് നടന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ സാരി തപ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ സെയിൽസ് ഗേൾസിനെ കൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുപ്പിച്ചു. കുറേ ട്രയൽസ് നോക്കി. എന്നിട്ട് പിന്നെ മേഘ ഫിക്സ് ചെയ്തൊരു സാരി എന്ന് പറയുന്നത് ആരെയും സപ്പോർട്ടില്ലാതെ അവൾക്ക് മാത്രം ഇഷ്ടപ്പെട്ട ഒരു സാരി ആയിരുന്നു. അത് തന്നെ അവൾ അങ്ങ് ഫിക്സ് ചെയ്തു. അവസാനം മേഘ ഫിക്സ് ചെയ്ത സാരി ദേ ഇതാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഞങ്ങൾ പഠിച്ച ബ്രണ്ണൻ സ്കൂളിനടുത്തുള്ള പഴയ കോഫി ഹൗസിലേക്കായിരുന്നു. മേഘ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം പഴയ കുറേ ഓർമ്മകളായ വരക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം ടേബിളിൽ തന്നെ സ്ഥാനം പിടിച്ചു. ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് വരികയും ചെയ്തു. പെട്ടെന്ന് തന്നെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. പുതപ്പിന്റെ കീഴേ
അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി കഥ പറച്ചിൽ തുടങ്ങി. കുറേ നേരം കിടന്ന് കഥ പറഞ്ഞു. അപ്പോഴാണ് മേക്ക് ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമ കാണണമെന്ന് പെട്ടെന്ന് തോന്നിയത്. അപ്പം തന്നെ ഞങ്ങൾ ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്തു. അങ്ങനെ സിനിമ തുടങ്ങി. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത തീരുമാനം തെറ്റായി എന്ന് തോന്നി. കാരണം നല്ല ചളിപ്പടായിരുന്നു. മാത്രമല്ല സിനിമ കാണണം എന്നുള്ള ആശയം ഉദിച്ച മേഘ അവൾ ആദ്യം തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരും കൂടി പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ തീരുമാനിച്ചു. പിറ്റേന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ റെഡിയായി. കാരണം മേക്ക് വർക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലാസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ സമയം പോലെ ഞങ്ങളെല്ലാം വന്ന് ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരെയും ക്ലാസ്സും മേഘൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മൂന്നുപേരും ഫ്രീ ആയത് ഉച്ചക്കായിരുന്നു. അപ്പോൾ നേരെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിച്ചു. അങ്ങനെ 2 ദിവസത്തെ സവാസം കഴിഞ്ഞ് മേഘ പോവുകയാണ് ഗൈസ്. ഒന്നിങ്ങോട്ട് തിരിഞ്ഞു നോക്കാവോ? 2 ദിവസത്തെ കുറേ നല്ല മൊമെൻറ്റ്സുകൾക്ക് ശേഷം ഞങ്ങൾ മേഘയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ്. ഞങ്ങൾ 3 സ്ഥലത്താണെങ്കിലും വർഷത്തിലെ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത കൂടിച്ചേരലിനെ ആഗ്രഹിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്.